വിജയത്തിന്റെ ആരും പറയാത്ത രഹസ്യം വോളിയം ഓഫ് വർക്ക്. നിങ്ങളുടെ പ്രയത്നങ്ങൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട്? നമുക്ക് ചുറ്റുമുള്ള ലോകം എപ്പോഴും ഒരു മിഥ്യാധാരണയിലാണ് ജീവിക്കുന്നത്. വിജയിച്ചവർക്കെല്ലാം എന്തോ ജന്മസിദ്ധമായ കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്കേതോ വലിയ ലക്ക് തുണച്ചുവെന്നോ നമ്മൾ കരുതും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പലരെയും അസ്വസ്ഥരാക്കുന്ന ഒരു പച്ചയായ സത്യമാണ്. നിങ്ങൾ പരാജയപ്പെടുന്നത് നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ നൽകുന്ന വോളിയം ഓഫ് വർക്ക് അല്ലെങ്കിൽ അധ്വാനത്തിന്റെ അളവ് വളരെ കുറവായതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ചവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വെറും 1% പോലും ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. മിക്ക ആളുകളും വിചാരിക്കുന്നത് എനിക്കറിയാത്ത ഏതോ രഹസ്യം ഇവർക്കറിയാം എന്നാണ്. അവർ ആ സീക്രട്ട് തേടി സമയം കളയുന്നു. എന്നാൽ യഥാർത്ഥ സീക്രട്ട് എന്നത് ആവർത്തനങ്ങളുടെ എണ്ണമാണ്. ഇന്ന് ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറും. 2. തോൽവിയുടെ മനഃശാസ്ത്രം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ തുടങ്ങാം. നിങ്ങൾ നിങ്ങളുടെ ഏർലി 20s കരുതുക. സ്വന്തമായി ഒരു ജിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. സേവിങ്സ് മുഴുവൻ എടുത്ത് മെഷീനുകൾ വാങ്ങി ഒരു റൂം വാടകയ്ക്കെടുത്ത് ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരാൾ പോലും ജിമ്മിലേക്ക് വരുന്നില്ല. എന്നാൽ തൊട്ടടുത്തുള്ള മറ്റൊരു ജിം ഫുൾ പാക്ഡ് ആണ്. നിങ്ങൾ ആ ഉടമയെ പോയി കണ്ടു ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതി? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നോട്ടീസുകൾ അഥവാ ഫ്ലയേഴ്സ് വിതരണം ചെയ്യാറുണ്ട്. നിങ്ങൾ ഉടനെ ഒരു 300 ഫ്ലയേഴ്സ് പ്രിന്റ് ചെയ്ത് നാട്ടുകാർക്ക് വിതരണം ചെയ്തു. പല കാറുകളുടെയും വൈപ്പറുകൾക്കിടയിൽ വെച്ചു. എന്നിട്ട് ഫോണിന്റെ അടുത്തിരുന്നു. ഒരു കോൾ വന്നു. പക്ഷെ അതൊരു ചീത്തവിളിയായിരുന്നു. നിന്റെ ഫ്ലയർ വെച്ചതുകൊണ്ട് എന്റെ മേഴ്സിഡീസ് കാറിൽ സ്ക്രാച്ച് വീണു എന്നതായിരുന്നു പരാതി. നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയി. ഈ ഫ്ലയർ സിസ്റ്റം ഒന്നും വർക്കാവില്ല എന്ന് നിങ്ങൾ വിധി എഴുതി. എന്നാൽ സത്യം അതായിരുന്നോ? നിങ്ങൾ ആ ഉടമയെ വീണ്ടും കണ്ടപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇതായിരുന്നു: ഞങ്ങളുടെ ഒരു ടെസ്റ്റ് സൈസ് മാത്രം 5000 ഫ്ലയറുകളാണ്. മാസത്തിൽ 1.5 ലക്ഷം ഫ്ലയറുകൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾ 300 സ്റ്റെപ്പ് നടന്നപ്പോൾ അദ്ദേഹം 1.5 ലക്ഷം സ്റ്റെപ്പ് നടന്നു. നിങ്ങളൊരു ഫോൺ കോളിനായി കാത്തിരുന്നപ്പോൾ അദ്ദേഹം 5000 പരാജയങ്ങൾക്കും ഒരു വിജയത്തിനുമായി തയ്യാറെടുത്തു. ഇതാണ് വിജയവും പരാജയവും തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം. അധ്വാനത്തിന്റെ അളവ് വോളിയം വർദ്ധിപ്പിക്കാതെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. സ്പെഷ്യൽ അറിയിപ്പ്: അൾട്ടിമേറ്റ് കാലസ്തെനിക്സ് ഗൈഡ്. ജീവിതത്തിൽ ഏത് ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിലും നമുക്ക് വേണ്ടത് കൃത്യമായ ഗൈഡൻസ് ആണ്. ഫിറ്റ്നസിന്റെ കാര്യമെടുത്താൽ കൃത്യമായ റിസൾട്ട് കിട്ടാത്തവർക്കായി ഞാൻ തയ്യാറാക്കിയ പ്രീമിയം വീഡിയോ കോഴ്സാണ് അൾട്ടിമേറ്റ് കാലസ്തെനിക്സ് ഗൈഡ്. ഇതിന്റെ യഥാർത്ഥ വില 3999 രൂപയാണ്. എന്നാൽ നമ്മുടെ ഈ ചാനൽ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു വലിയ ഓഫർ ഞാൻ നൽകുകയാണ്. നിങ്ങൾ വെറും 89 രൂപ നൽകി നമ്മുടെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് എടുത്താൽ ഈ 3999 രൂപ വിലയുള്ള പ്രീമിയം കോഴ്സ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും. ഇതിനോടകം നമ്മുടെ ചാനലിലെ 300ഓളം മെമ്പേഴ്സ് ഈ ഓഫർ ഉപയോഗപ്പെടുത്തി അവരുടെ ഫിറ്റ്നസ് ജേർണി ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ താൽപര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 4. പെർഫെക്ഷൻ എന്ന കെണി, ദ പെർഫെക്ഷനിസം ട്രാപ്പ്. പലരും ഒരു കാര്യം തുടങ്ങാൻ വൈകുന്നത് എല്ലാം പെർഫെക്റ്റ് ആകട്ടെ എന്ന് കരുതിയാണ്. മികച്ച ക്യാമറ കിട്ടിയിട്ട് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം പഠിച്ചിട്ട് ബിസിനസ് തുടങ്ങാം എന്നൊക്കെ നമ്മൾ കരുതും. വേദിക് മാത്തമാറ്റിക്സ് പഠിക്കുന്ന കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ വേദിക് മാത്തമാറ്റിക്സ് പഠിക്കുന്ന കാലം ഒരു ദിവസം ടീച്ചർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ നൽകി. ഞാൻ ആലോചിച്ചത് ഇതിന് ഏതെങ്കിലും ഷോർട്ട് കട്ട്സ് ഉണ്ടോ എന്നാണ്. ആ ഷോർട്ട് കട്ട് കണ്ടുപിടിക്കാൻ ഞാൻ സമയം കളഞ്ഞു. എന്നാൽ എന്റെ തൊട്ടടുത്തിരുന്ന സുഹൃത്ത് ആ ചോദ്യം സാധാരണ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സോൾവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഷോർട്ട് കട്ട് തേടിയിരുന്നപ്പോൾ അവൻ അധ്വാനം ആരംഭിച്ചു. ഒടുവിൽ അവൻ ഉത്തരം കണ്ടെത്തി. പെർഫെക്ഷനും ഷോർട്ട് കട്ടിനും വേണ്ടി കാത്തിരിക്കുന്നവർ പലപ്പോഴും ആക്ഷൻ എടുക്കാൻ മറന്നുപോകുന്നു. പെർഫെക്ഷൻ വരുന്നത് അറിവിൽ നിന്നല്ല, മറിച്ച് ആവർത്തനങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ 100 ശ്രമങ്ങൾ മോശമായിരിക്കും എന്ന് അംഗീകരിക്കുക. അതെത്ര വേഗത്തിൽ നിങ്ങൾ തീർക്കുന്നു എന്നതിലാണ് വിജയം. ജൂഡോ എന്ന ആയുധകലയുടെ പിതാവായ സിഗോറോ കാനോയുടെ കഥ ഇതിന് വലിയൊരു ഉദാഹരണമാണ്. സ്കൂളിൽ എല്ലാവരും കളിയാക്കിയിരുന്ന മെലിഞ്ഞൊരു കുട്ടിയായിരുന്നു അദ്ദേഹം. തന്നേക്കാൾ കരുത്തരായവരെ നേരിടാൻ അദ്ദേഹം ജുജുത്സു പഠിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ മാസ്റ്ററായ ഫുഗുഡ ഒരു കടുത്ത പരിശീലകനായിരുന്നു. തിയറികൾ പഠിപ്പിക്കുന്നതിന് പകരം അദ്ദേഹം ഓരോ തവണയും കാനോയെ പിടിച്ച് മാറ്റിൽ അടിക്കുമായിരുന്നു. ആദ്യം കാനോയ്ക്ക് ഇത് വിചിത്രമായി തോന്നി. എന്നാൽ പിന്നീട് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി: വീഴാൻ പഠിച്ചവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ എത്രത്തോളം തവണ താഴെ വീഴുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ശരീരം വീഴ്ചയെ അതിജീവിക്കാൻ പഠിക്കും. ലക്ഷക്കണക്കിന് തവണ തറയിൽ വീണ ആ അനുഭവമാണ് പിന്നീട് ജൂഡോ എന്ന അത്ഭുതകരമായ ആയുധകലയ്ക്ക് രൂപം നൽകിയത്. കാനോ മറ്റുള്ളവരെക്കാൾ കൂടുതൽ തവണ പരാജയപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം വലിയ വിജയിയായി. ലേണിംഗ് ബൈ ഡൂയിങ്.
വെറും പുസ്തക വായന കൊണ്ട് മാത്രം ഒരാൾക്കും ഒരു സ്കില്ലിലും എക്സ്പേർട്ട് ആകാൻ കഴിയില്ല. എലോൺ മസ്ക് റോക്കറ്റ് സയൻസ് പഠിച്ചത് റോക്കറ്റുകൾ നിർമ്മിച്ചും അവ പരീക്ഷണത്തിനിടെ പൊട്ടിത്തെറിക്കുന്നത് കണ്ടുമാണ്. മറ്റു കമ്പനികൾ പേപ്പറിൽ ഡിസൈൻ വരച്ച സമയം കളയുമ്പോൾ ഇലോൺ മസ്കും ടീമും റോക്കറ്റ് പറത്തി നോക്കും. അത് പരാജയപ്പെടുമ്പോൾ അതിൽ നിന്ന് പുതിയ ഡേറ്റ ശേഖരിക്കും. ബിൽഡ്, ഫ്ലൈ, ബ്രേക്ക്, ലേൺ, റീബിൽഡ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ലൂപ്പ്. ഇതുപോലെ തന്നെയാണ് വിമാനം നിർമ്മാണത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ബേർട്ട് റുട്ടാൻഡിന്റെ കഥയും. 8 വയസ്സുള്ളപ്പോൾ മുതൽ അദ്ദേഹം വിമാനങ്ങൾ ഉണ്ടാക്കി പറത്തി നോക്കുമായിരുന്നു. അത് തകർന്നു വീഴുമ്പോൾ അദ്ദേഹം അത് എന്തുകൊണ്ട് തകർന്നു എന്ന് പഠിക്കും. ഈ പ്രായോഗികമായ അറിവാണ് അദ്ദേഹത്തെ ലോകത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സ്പേസ് ക്രാഫ്റ്റ് നിർമ്മിക്കാൻ സഹായിച്ചത്. നിങ്ങൾ നീന്താൻ പഠിക്കണമെങ്കിൽ വെള്ളത്തിലിറങ്ങണം. കരയിലിരുന്ന് പുസ്തകം വായിച്ചാൽ പോരാ. ക്വാണ്ടിറ്റി ലീഡ്സ് ടു ക്വാളിറ്റി. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണ് ക്വാളിറ്റി ഈസ് ബെറ്റർ ദാൻ ക്വാണ്ടിറ്റി എന്നത്. എന്നാൽ ഒരു കരിയറിന്റെയോ സ്കില്ലിന്റെയോ തുടക്കത്തിൽ ഇത് തികച്ചും തെറ്റാണ്. നിങ്ങൾ കൂടുതൽ തവണ ചെയ്യുമ്പോഴാണ് ക്വാളിറ്റി താനേ വരുന്നത്. പരാജയങ്ങളുടെ എണ്ണം കൂടുമ്പോൾ നിങ്ങളുടെ അനുഭവ സമ്പത്ത് വർദ്ധിക്കുന്നു. നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ 100 ക്ലയന്റുകളെ വിളിക്കുമ്പോൾ 99 പേരും നോ എന്ന് പറയുമായിരിക്കും. പക്ഷേ ആ 99 പരാജയങ്ങളാണ് 100ാമത്തെ കോളിൽ എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ വോളിയം ഓഫ് വർക്ക് വർദ്ധിപ്പിക്കുക. അപ്പോൾ ക്വാളിറ്റി താനെ നിങ്ങളുടെ പിന്നാലെ വരും. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. വീഴ്ചകളെ ഡേറ്റയായി കാണുക. പരാജയപ്പെടുമ്പോൾ നമ്മൾ ഇമോഷണലായി തകരാറുണ്ട്. എന്നാൽ ഇവിടെയാണ് ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആവശ്യം. ഓരോ പരാജയത്തെയും ഒരു ഫീഡ്ബാക്കായി കാണുക. വോളിയം ഓഫ് വർക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബുദ്ധിയില്ലാതെ ഒരേ തെറ്റ് തന്നെ ആവർത്തിക്കണമെന്നല്ല. ഓരോ തവണ ശ്രമിക്കുമ്പോഴും ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രയത്നത്തിന്റെ അളവ് കൂട്ടുക. ഒരു മരത്തിന് വെള്ളമൊഴിക്കുന്നത് പോലെയാണത്. ദിവസവും കൃത്യമായ അളവിൽ വെള്ളമൊഴിച്ചാൽ മാത്രമേ അത് വളരുകയുള്ളൂ. നിങ്ങളുടെ അധ്വാനത്തിൽ സ്ഥിരതയും വോളിയവും ഒരുപോലെ ആവശ്യമാണ്. എത്തിക്കൽ ഡിസ്ക്ലെയിമർ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സൈക്കോളജിക്കലായി നിങ്ങൾ വോളിയം ഓഫ് വർക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും ബാധിക്കാതെ നോക്കണം. ബേൺഔട്ട് ഉണ്ടാകാത്ത രീതിയിൽ അധ്വാനം ക്രമീകരിക്കുക. അധ്വാനിക്കുന്നത് വിജയത്തിനു വേണ്ടിയാണ്, ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയല്ല. സ്മാർട്ടായ രീതിയിൽ വോളിയം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഓരോ ആക്ഷന് ശേഷവും വിശകലനം ചെയ്യാൻ സമയം കണ്ടെത്തുക. ആക്ഷനബിൾ സ്റ്റെപ്സ്. നിങ്ങളുടെ ലക്ഷ്യം എന്തുതന്നെയായാലും ഇന്നു മുതൽ ഈ 4 കാര്യങ്ങൾ പിന്തുടരുക. മൾട്ടിപ്ലൈ യുവർ ഔട്ട്പുട്ട്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പരിശ്രമത്തിന്റെ അളവ് 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കുക. സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ പെർഫെക്ഷൻ. ഉള്ള സൗകര്യങ്ങൾ വെച്ച് ഇന്ന് തന്നെ തുടങ്ങുക. അനലൈസ് ദ ഫെയിലിയേഴ്സ്. ഓരോ തോൽവിയിൽ നിന്നും കൃത്യമായ ഒരു പാഠം പഠിക്കുക. സ്റ്റേ കൺസിസ്റ്റന്റ്. റിസൾട്ട് ഉടനെ കിട്ടിയില്ലെങ്കിലും പ്രയത്നം തുടരുക. സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ അധ്വാനം വിജയത്തിന് ആവശ്യമാണ്. വിജയിക്കുന്നവരും തോൽക്കുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം സ്കില്ലിലല്ല, അവരെടുക്കുന്ന പരിശ്രമങ്ങളുടെ എണ്ണത്തിലാണ്. തിയറികളിൽ തളച്ചിടാതെ പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്തു പഠിക്കുക. നിങ്ങൾ 300 നോട്ടീസുകൾ വിതരണം ചെയ്ത് പരാതി പറയുന്നവനാകണമോ അതോ 1.5 ലക്ഷം വിതരണം ചെയ്ത് സാമ്രാജ്യം കെട്ടിപ്പടുക്കണമോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. വിജയത്തിന് കുറുക്കുവഴികളില്ല, വലിയ വോളിയം ഓഫ് വർക്ക് മാത്രമേയുള്ളൂ. നമ്മുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് സ്വന്തമാക്കാൻ മറക്കരുത്. വെറും 89 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്താൽ 3999 രൂപ വിലയുള്ള ഈ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ 300ഓളം വരുന്ന മെമ്പേഴ്സിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ പ്രീമിയം ഫാമിലിയുടെ ഭാഗമാകുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.